സാഹിത്യശാഖകളെ പരിപോഷിപ്പിക്കുന്നതിനായി പുരോഗമന കലാസാഹിത്യ സംഘം ഓഗസ്റ്റ് 8, 9 തീയതികളിൽ ധോണിയിൽ ശില്പശാല സംഘടിപ്പിക്കും. 2 ദിവസങ്ങളിലായി നടക്കുന്ന ശില്പശാലയിൽ 100ഓളം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് സംസ്ഥാന ട്രഷറർ ടി.ആർ. അജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംഗീത സാഹിത്യ മേഖലകളിൽ ലോകത്താകെ പരീക്ഷണങ്ങൾ നടക്കുകയാണ്. സാഹിത്യശാഖകളെ ശരിയായ വിധത്തിൽ അറിയാനും പ്രയോഗിക്കാനും ശില്പശാല ഉപകരിക്കുമെന്ന് ടി.ആർ. അജയൻ പറഞ്ഞു. പാലക്കാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ സംഗീതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെല്ലാം ജനിക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്ത ഒരു സ്ഥലമാണ്. ഇപ്പോൾ കർണാടക സംഗീതത്തിലാകട്ടെ ചെമ്പൈ വൈദ്യനാഥനെ പോലെ, ഭാഗവതനെ പോലെ, M.D. രാധാനെ പോലെ, പുതുക്കോട് കൃഷ്ണമൂർത്തിയെ പോലെ, പാലക്കാട് മണിയയ്യരെ പോലെ, ചലച്ചിത്ര രംഗത്തായിരുന്നെങ്കിൽ പി. ലീലയെ പോലെ, ഉദയഭാനുവിനെ പോലെ അങ്ങനെയുള്ള നിരവധി ആളുകൾ സംഗീതത്തിൻ്റെ വലിയ ഒരു പശ്ചാത്തലം സൃഷ്ടിച്ചിട്ടുള്ള സ്ഥലമാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ പാലക്കാട് വെച്ച് വേണം ഇതെന്ന് തീരുമാനിച്ചു. സംഗീതത്തിൻ്റെ വിഭിന്ന മുഖങ്ങൾ കാണിക്കുന്ന പരിപാടികളാണ് ആ ക്ലാസ്സുകളിൽ ഇറങ്ങിയത്. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ ജില്ലകളിൽ നിന്നുമായിട്ട് 100ഓളം പ്രതിനിധികൾ അവിടെ എത്തുന്നുണ്ട്. ലീഡ് കോളേജാണ് ഇതിൻ്റെ വേദിയായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന ശില്പശാലയിൽ സംഗീതം, കഥ, കവിത, ചിത്രരചന, കഥാപ്രസംഗം, നാടൻ കലകൾ, നാടകം തുടങ്ങിയവയിലെ പരമ്പരാഗത രീതികളും മാറ്റങ്ങളും പരീക്ഷണങ്ങളും ചർച്ച ചെയ്യപ്പെടുകയും അവതരിപ്പിക്കപ്പെടുകയും ചെയ്യും. കേരളത്തിലെ സംഗീത സാഹിത്യ ശാഖകളിൽ നിന്നുള്ളവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും അനുഭവം പങ്കുവയ്ക്കുകയും ചെയ്യും. സംഗീത സാഹിത്യ ശാഖയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് പുത്തൻ അനുഭവം നൽകുന്ന തരത്തിലാണ് ശില്പശാല ഒരുക്കിയിരിക്കുന്നതെന്നും ടി.ആർ. അജയൻ പറഞ്ഞു. ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് CP ചിത്രഭാനു, കൺവീനർ P. മധു, R. ശാന്തകുമാരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.